5 പീസ് മത്തി വറുത്താണ് 30 രൂപ. ഊണിനോ? ഊണിന് 70 രൂപ. 70 രൂപ ഊണും 30 രൂപ മത്തി വറുത്തോ. അങ്ങനെ ഊണ് വന്നു കേട്ടോ. സാമ്പാർ, പയറ് മെഴുക്കുരട്ടി, തീയല്, പച്ചടി, കടുകും മാങ്ങ, പപ്പടം. ഈ മീൻ അങ്ങനെ ഇങ്ങനെ കൊടുക്കാൻ കാരണം അങ്ങനെ നമുക്ക് ചെറിയ വില കുറച്ച് കിട്ടുമ്പോൾ അനുസരിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ അല്ലേ? ഒന്നിച്ചെടുക്കുന്നതാണ് അല്ലേ? അതുകൊണ്ട് ഈ റേറ്റിനാണ്. എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ 30 രൂപ ഉള്ളൂ തോന്നില്ലേ സ്പെഷ്യലിന്? 25 30 ഇപ്പം. നോക്കിക്കോണം, ഓരോരുത്തർക്ക് 60 രൂപ 70 രൂപ മേടിക്കുന്നതാണ് ഒരു പ്ലേറ്റ് മത്തി വറുത്തതിന്. 30 രൂപയ്ക്ക് 5 പീസ്. ഇത്രയും കൂട്ടാണ്. പയറ് മെഴുക്കുരട്ടി, തീയല്, പച്ചടി, കടുമാങ്ങ, സാമ്പാർ, രസം, പുളിശ്ശേരി, മീൻകറി. മീൻ കഷ്ണം വരെ ഉണ്ട് മീൻകറിക്കകത്ത് കേട്ടോ. ചില ഇതില് 70 രൂപ 80 രൂപയൊക്കെ തന്നെ. അല്ലാതെ ഇത് ഊണിനുള്ള ഇത് ഫിഷ് കറി ഇല്ലാതെ തന്നെ ആകാറുണ്ട്. അല്ലാതെ പിന്നെ ഫിഷ് കറി മീൽസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഇതിലേക്ക് ആകാറുണ്ട്. സോ അങ്ങനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നല്ല ലാഭമാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. മീന് 30, കക്കയിറച്ചിക്ക് 30, ബീഫിനൊക്കെ ഉള്ളു പിന്നെ വില കൂടുതലാണല്ലോ. ഓക്കെ. ഇവിടെ സ്ഥിരം കഴിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല ആഹാരമാണ്. റീസണബിൾ റേറ്റ് ആണ്. ഒരു 10-12 വർഷത്തിന് മുമ്പ് തൊട്ട് കഴിക്കുന്നുണ്ട്. 12 വർഷം കൊണ്ട് ന്യായമായ റേറ്റിലാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത്? നമ്മൾ ന്യായമായിട്ട് ഞാനും എൻ്റെ ഭാര്യ വേറെ ആളുള്ളൂ. നമ്മൾ ജോലിക്കാരൊന്നും ഇല്ല. പേരെങ്ങനെ ചേട്ടാ? കൃഷ്ണൻകുട്ടി. ഓക്കെ. എത്ര വർഷം ഇവിടെ കൂടിയിട്ട്? 30 വർഷം കഴിഞ്ഞ്. 30 വർഷം കഴിഞ്ഞു. ഓക്കെ. അന്ന് തൊട്ട് ഇവരുടെ കൂടെ ഒരു സന്തത സഹചാരിയായിട്ട് കൂടെയുള്ള ആളാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ. ഓക്കെ. അപ്പോൾ ഈ കടയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന മാവേലിക്കര റെയിൽവേ സ്റ്റേഷനാണ്. കണ്ടോ, ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ കട. ഓക്കെ, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് താമസിച്ചാണ് വന്നേക്കുന്നത്. ഒരുപാട് ആൾക്കാർ കഴിച്ചിട്ട് പോയി. ഇതിനെപ്പറ്റി ആർക്കും പ്രത്യേകിച്ചൊരു പരസ്യം തരേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഒന്ന് ഇട്ടേക്കണേ. എന്താണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാനതൊക്കെ നിങ്ങളിൽ എത്തിക്കുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാനും മറന്നു പോകല്ലേ.